ഡോക്ടറെ, ഈ പ്രഗ്നൻസിയിൽ ഡയബറ്റിക്സ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അത് പ്രഗ്നൻസിയിൽ എപ്പോൾ ഡയബറ്റീസ് വരുന്നതനുസരിച്ചിരിക്കും. പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലെങ്കിൽ കുഞ്ഞിന് ചിലപ്പോൾ ചില വൈകല്യങ്ങളൊക്കെ വരാം, ഹാർട്ടിനോ നട്ടെല്ലിനോ. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് 5-ാം മാസം 6-ാം മാസമൊക്കെയാണ് ഡയബറ്റീസ് വരുന്നതെങ്കിൽ കുഞ്ഞിന് വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം പ്രഗ്നൻസി ഡെലിവറി സമയത്ത് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ശരിയാണ്. അപ്പോൾ അത് ഈ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് നമുക്ക് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിൻ്റെ വാല്യൂ ഒത്തിരി ഹൈ ആണ്. ഇപ്പോൾ മോർ ദാൻ 8 ഒക്കെ ആണെങ്കിൽ കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 3-ാം മാസത്തെയും 5-ാം മാസത്തെയും ഡീറ്റെയിൽ സ്കാനിങ്ങിലൂടെ നമുക്കൊരു പരിധി വരെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. A few moments later. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വഴിയൊന്നുമില്ലേ? ഓഫ് കോഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഷുഗർ ഉള്ള ആൾക്കാർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ മുതൽ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ഷുഗേഴ്സ് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ആക്കിയിട്ട് പ്രഗ്നൻ്റ് ആവും. ത്രൂ ഔട്ട് പ്രഗ്നൻസി ആ കൺട്രോൾ കീപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ശരിക്കും പ്രഗ്നൻസിയിൽ ഡയബറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നക്കാരൻ തന്നെയല്ലേ? പ്രശ്നക്കാരനാണ്. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റിലൂടെയും മരുന്നുകളിലൂടെയും ഇൻസുലിനിലൂടെയും ഒക്കെ ഷുഗേഴ്സ് കൺട്രോൾഡ് ആണെങ്കിൽ യൂഷ്വലി പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകും. ഓക്കെ അല്ലേ?